ഹായ് ഓൾ. അപ്പോൾ ഞങ്ങൾ വന്നിരിക്കുകയാണ് അടുത്ത വീഡിയോ ആയിട്ട്. ഓണം സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളും ഓണമൊക്കെ നല്ല രീതിയിൽ ആഘോഷിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും രാവിലെ എണീറ്റ് അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ടാവും. ഞങ്ങൾ അമ്പലത്തിലൊന്നും പോയില്ല. കാരണം സദ്യയൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു തിരക്കിലാണ് അമ്മ. ഒരു കൊച്ചു കുഞ്ചുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ ചേച്ചിയുടെ മോനാണ്. അപ്പോൾ അവനെ നോക്കണം. പിന്നെ അതിന്റെ കൂടെ അച്ഛനും കുറച്ച് സഹായിച്ചല്ലേ. അച്ഛൻ 4 മണിക്ക് എണീറ്റ് മലക്കറിയെല്ലാം അരിഞ്ഞു തന്നു, പായസത്തിന് തേങ്ങയെല്ലാം തിരുവി തന്നു. ഞാൻ എണീറ്റപ്പോഴേറ്റല്ലേ അതെല്ലാം റെഡിയാക്കി തന്നു. അപ്പോൾ അച്ഛനെ പുകഴ്ത്താൻ കിട്ടുന്ന ഒരു ചാൻസും അമ്മ കളയാറില്ല. പക്ഷെ അച്ഛൻ വീഡിയോയിൽ വരത്തില്ല കേട്ടോ. അത് നിങ്ങൾ സാവകാശം വരുത്തും എന്നാണ് അമ്മ പറയുന്നത്. നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതേപോലുള്ള അച്ഛന്മാരുണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇന്നത്തെ പ്രോഗ്രാം എന്താണ് അമ്മ? ആദ്യം അത്തവിടണം. അത്തവിടണ ഡ്യൂട്ടി എനിക്കാണ്. അമ്മയ്ക്ക് സമയമില്ല എന്ന് അമ്മ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അമ്മയ്ക്ക് സദ്യയൊക്കെ ഉണ്ടാക്കണം, അതിൻ്റെ തിരക്കിലാണെന്ന് അമ്മ പറഞ്ഞു. അപ്പം ഞാനാണ് അത്തവിടുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സദ്യ, അമ്മ പായസം വയ്ക്കുന്നുണ്ടല്ലോ. ഏത് പായസം? അടപ്പായസമാണ്. പാലിന് വേണ്ടി റെഡി ആക്കിയപ്പോഴാണ് ഇതിലോട്ട് വന്നത്. അത് കഴിഞ്ഞിട്ട് തേങ്ങാപ്പാലൊക്കെ എടുത്ത് അപ്പൊ നമ്മൾ ആ സമയം കൊണ്ട് നമുക്ക് അത്ത വിട്ട് തീരണം. എന്നിട്ട് വേണം നമുക്ക് അമ്മയുടെ അടുത്ത് പോവാൻ. അമ്മ എങ്ങനെയാണ് പായസം ഉണ്ടാക്കണമെന്ന് അറിയണം. അമ്മ ഒരു പായസം സ്പെഷ്യലിസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് അത്തം ഉണ്ടാക്കാൻ. ഗൈസ്, നമ്മൾ അത്ത വിട്ട് കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ പായസം ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. അമ്മ റെഡിയല്ലേ ഉണ്ടാക്കാൻ? റെഡിയാണ്. ഓക്കെ. അമ്മ ഹാപ്പി അല്ലേ? അമ്മ ഹാപ്പിയാണ്. അവളെ മൂത്ത മോളില്ലാത്ത ഒരു വിഷമേ ഉള്ളൂ. അവള് ആർമിയിലാണ്, ബീഹാറിലാണ്. കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് വരാൻ പറ്റിയില്ല. എന്നാലും ഇളയാൾ ലീവില്ലായിരുന്നെങ്കിലും ലീവ് എടുത്ത് വന്നു. അതിൽ വളരെയധികം സന്തോഷം. ബാക്കി എല്ലാവരും ഉണ്ട് നാട്ടിൽ. അപ്പോൾ ഗൈസ്, പായസമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. സമയം ഏതാണ്ട് ഉച്ചയായി. അപ്പോൾ നമുക്ക് സദ്യ കഴിക്കാം. ചേട്ടനും കുഞ്ഞുമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സദ്യ കഴിക്കാനായിട്ട് പോവാണ്. ബാക്ക്ഗ്രൗണ്ടിൽ ചിലപ്പോൾ നിങ്ങൾ ഒരു പാട്ട് കേൾക്കുന്നുണ്ടായിരിക്കും. അതിവിടെ അടുത്ത പള്ളിയിൽ കേൾക്കുന്ന പാട്ടാണ്. നല്ലതാണ്. ഓണത്തിൻ്റെ സമയത്ത് പള്ളിയിലും ഒരു ആഘോഷങ്ങളൊക്കെ കൊണ്ടുവരിക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര, ഞാനൊരു പൊളിറ്റിക്കൽ സയൻസ് സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഒരു ഗട്ട് ഫീലിംഗ് ആണ് അതൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് സദ്യ കഴിക്കാൻ പോകാം.
സദ്യയൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ടൊന്ന് പുറത്തോട്ട് പോകാമെന്ന് വിചാരിച്ചു. എവിടെയാണ് നമ്മൾ പോകുന്നത്? കനകക്കുന്നിൽ. നമ്മൾ കനകക്കുന്നിലോട്ടാണ് പോകുന്നത്. നമുക്ക് പോകാം. ഞങ്ങൾ എത്തി. പാർക്കിംഗ് കണ്ടുപിടിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. അവസാനം പേയാൻ പാർക്കിൽ കൊണ്ടിട്ടു. അതിലും കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. ഞങ്ങൾ കൊണ്ടിട്ടു. ഞങ്ങൾ അങ്ങോട്ട് നടക്കുവാണ്. ഫ്രണ്ടിലിതാ കുഞ്ചു അച്ഛനും ചേട്ടനും ഒക്കെ ഫ്രണ്ടിലുണ്ട്. ഞങ്ങൾ പുറകെ നടക്കും. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഓണം വിശേഷങ്ങൾ. ഞങ്ങളിപ്പോൾ എല്ലാവരും, ഞാൻ മാത്രമേ ഇതിപ്പോൾ കൺക്ലൂഡ് ചെയ്യാൻ കാരണം എല്ലാവരും ഭയങ്കര ടയേർഡാണ്. ഒരുപാട് നടന്നു. കനകക്കുന്നിൽ പോയിട്ട് ഒരുപാട് നടക്കാനായിട്ടുണ്ടായിരുന്നു. നടന്നു. എല്ലാവരും ഭയങ്കര ടയേർഡാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. ബൈ.